അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ദൗത്യമാണ് ഞാൻ നിർവഹിച്ചത്. ഉടൻ തന്നെ അവര് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കാരണം എന്റെ സഭയിൽ ഒരു അംഗം അവശയായി പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എന്നാൽ ശരി ഓക്കെ എന്ന് പറഞ്ഞ് വന്ദേ ഭാരത് കയറി പോകാനാണ് ചെയ്യേണ്ടത്. എന്റെ ഉത്തരവാദിത്വം വീണ ജോർജിനെ ഹോസ്പിറ്റലിൽ കാണിക്കുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കാര്യത്തിൽ ഞാൻ ചെയ്തു. അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചോദിച്ചപ്പോൾ അഡ്മിറ്റ് ചെയ്യണം, കാരണം അവർക്ക് നടക്കാൻ പറ്റുന്നില്ല, മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല ഫ്രീ ആയി. അത്തരമൊരു ഘട്ടത്തിൽ അഡ്മിറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ അങ്ങ് ഇടപെട്ടതോടെയാണല്ലോ അതിന് നേരത്തെ 1-ാം പ്ലാറ്റ്ഫോമിൽ നടന്ന പ്രശ്നം കുഴപ്പമില്ലാതെ പിന്നീട് 3-ാം പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കയറാനായി മന്ത്രി വരുന്നു. ഇതില് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു അവശയായി നിൽക്കുന്ന മന്ത്രിയെ കണ്ടാൽ ഓക്കെ മാഡം എന്ന് പറഞ്ഞ് ട്രെയിൻ കയറി പോകേണ്ട ചെയ്യണം. അവരവശയായിരുന്നു. അവിടെ ഉണ്ടായ ഒരു റൊക്കസ്, അവിടെ വേണമെങ്കിൽ ഒരു സ്കഫ്ലിംഗ് നടന്നു. അതിന്റെ ഭാഗമായി ഉണ്ടായ പരിക്കെന്ന് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്. അവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സമരം നടക്കുമ്പോൾ ജയിലിൽ പോകേണ്ടി വരും. ജയിലിൽ കിടത്തിയത് എന്തോ മഹാ അപരാധം എന്ന രീതിയിലാണ് ഇവിടെ ഇപ്പോ കോൺഗ്രസിന്റെ പല ആളുകളും പറയുന്നത്. ഒരു വനിതാ മന്ത്രിക്ക് നേരെ കേസുവിന്റെ ആൺകുട്ടികളാണോ ചാടിയെടുക്കേണ്ടത്? കേസുവിന് അത്രയും പെൺകുട്ടികളില്ലേ? ഒരു വനിതക്ക് നേരെ ഒരു വനിതയെ പോലും ഉപയോഗിക്കാതെ സമരം നടത്തുന്ന രീതിയും കോൺഗ്രസ് പരിശോധിക്കണം. ആയുധമൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആ സ്ക്രഫ്ലിംഗിലുണ്ടായ അവരുടെ അവശതയും മറ്റുമാണ് അവർ അഡ്മിറ്റ് ചെയ്യണമെന്ന രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചത്. ഷംസീറെ, കഴിഞ്ഞു. സ്പീക്കർ സ്ഥാനത്തിന്റെ കാലാവധിയൊക്കെ തീർന്നു. MLA അല്ല, ഇനി ഒരു ചുക്കുമല്ല. ഈ ക്യാപ്സൂളൊക്കെ ഇറക്കുന്നതിന് ഒരു ഇച്ചിരി ഉളുപ്പ് വേണ്ടേ? അവർക്ക് നടക്കാൻ കഴിയാത്ത അത്ര രീതിയിൽ അവർ അവശയായിരുന്നു. എന്താ, വീണ ജോർജിനെ ആരെങ്കിലും എടുത്തിട്ടാണോ 3-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോയത്? അവര് തലയിലേറ്റിട്ടാണോ 3-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോയത്? ഒന്നുമല്ലല്ലോ. ആ സ്റ്റെപ്പ് അത്രയും കയറി, ഓവർ ബ്രിഡ്ജ് കയറി, നടന്ന് തനിയെ ഒരാളുടെയും സഹായമില്ലാതെ നടന്ന് കയറി ഇറങ്ങിയതാണ് അവിടെ വീണ ജോർജ് അല്ലേ? ആ വീണ ജോർജിന് ഒരു കുഴപ്പമുണ്ടാവില്ല. കുഴപ്പമുണ്ടാക്കിയത് അത്രയും ഷംസീറിന്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ് വീണ ജോർജിന് പരിക്ക്. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ പരിക്ക് എന്തായിരുന്നു? വീണ ജോർജിന്റെ പരിക്ക് എന്തായിരുന്നു? വീണ ജോർജിന്റെ പരിക്ക് എന്തായിരുന്നു? വീണ ജോർജ് പരിക്കുണ്ട് എന്താ പരിക്കെന്താണ്? വട്ടച്ചൊറിയാണോ പരിക്ക്? ഒരു പരിക്കുമില്ലാതെ കഴുത്തുളുക്കി മറ്റേ ഗോവിന്ദൻ കഴുത്ത് പിടിച്ച് ഞെരിച്ചു. ഇതെന്താ, കോഴിനെ കൊല്ല്? കൈ പിടിച്ച് തിരിച്ചു. ഗോവിന്ദൻ പറയുമ്പോ ഗോവിന്ദന്റെ എക്സ്പ്രഷൻ ഒക്കെ കാണുമായിരുന്നു. കഴുത്ത് പിടിച്ച് ഞെരിച്ചോ, കൈ പിടിച്ച് തിരിച്ചോ. ഒരു ചുക്കുണ്ടായിട്ടില്ല. എല്ലാം ഷംസീറിന്റെ തിരക്കഥയായിരുന്നു അല്ലേ? ഇനി നിങ്ങൾ ഒരു ചുക്കുണ്ടായിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഇപ്പൊ വീണ ജോർജ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ കൊടുത്ത മൊഴി നോക്കൂ നിങ്ങൾ. വീണ ജോർജിന്റെ ദേഹത്തിൽ ആ കറുത്ത തുണി പോലും ദേഹത്തിൽ സ്പർശിച്ചിട്ടില്ല, ടച്ച് ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. ആ കറുത്ത തുണി പോലും. ഒരു മനുഷ്യന് ഇങ്ങനെ നിൽക്കുക, അയാളുടെ ശരീരത്തിലേക്ക് മറ്റോ ഒരു വസ്തുവോ ഒരാളുടെ ശരീരഭാഗങ്ങളോ ഒന്നും വേറെ ഒരു ടച്ചും നടക്കുന്നില്ല, ഒരു സ്പർശനവും നടക്കുന്നില്ല. അങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അയാൾക്ക് പരിക്ക് പറ്റുമോ? ഇപ്പൊ വീണ ജോർജ് അതല്ലേ പറഞ്ഞത്. ഉന്തും തള്ളുണ്ടായത് പോലീസുകാരും KSU പ്രവർത്തകരും തമ്മിലാണ് എന്നാണ് വീണ ജോർജ് പറഞ്ഞത് അല്ലേ? പിന്നെ ഷംസീറിന്റെ അടുത്ത ക്യാപ്സ്യൂള്, വനിതാ മന്ത്രി. ഇവിടെ മന്ത്രിയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിഷേധം, അല്ലാതെ വനിതയാണോ പുരുഷനാണോ ഇതൊന്നല്ല. മനസ്സിലായില്ലേ? അങ്ങനെ വനിതകൾക്ക് നേരെ വനിതകൾക്ക് മാത്രമേ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ, പുരുഷന്മാർക്ക് നേരെ പുരുഷന്മാർക്ക് മാത്രമേ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ, പുരുഷന്മാർക്കെതിരെ വനിതകൾക്ക് പ്രതിഷേധിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ വനിതകൾക്കെതിരെ പുരുഷന്മാർക്ക് പ്രതിഷേധിക്കാൻ പറ്റില്ല. അങ്ങനൊന്നുമില്ല. ഇത് വനിതയാണോ പുരുഷനാണോ, പാത്രം കഴുകുന്നവനാണോ പാത്രം കഴുകുന്നത്, ഇതൊന്നല്ല വിഷയം. വിഷയം എന്താണ്? അവരിയ്ക്കുന്ന കസേരയാണ്, മന്ത്രിയാണ് എന്നുള്ളതാണ്. ആ കസേരയ്ക്കെതിരെയാണ്, അവരുടെ അധികാരത്തിനെതിരെയാണ് പ്രതിഷേധം. അതല്ലാതെ മന്ത്രിക്ക് നേരെ പ്രതിഷേധിക്കാൻ പോകുമ്പോൾ സ്ത്രീകളെ കൂട്ടിയിട്ട് വാ, അല്ലെങ്കിൽ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ത് പൊട്ടനാണോ ഈ പൊട്ടനാണോ കേരളത്തിന്റെ നിയമസഭയുടെ സ്പീക്കറായത്? പിന്നെ വേറൊരു കാര്യമുണ്ട്, പൊട്ടനല്ലെങ്കിലും ഈ അടിമകൾക്ക് ക്യാപ്സൂൾ ഇറക്കാൻ വേണ്ടിയിട്ട് പൊട്ടന്മാരാവേണ്ടി വരികയാണ്. ക്യാപ്സൂൾ ഇറക്കാൻ വേണ്ടിയിട്ട് പൊട്ടന്മാരാവേണ്ടി വരിക. അല്ലെങ്കിൽ ഈ ഷംസീർ വീണ ജോർജിന്റെ മൊഴിയുടെ പകർപ്പെങ്ങാനും ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പൊട്ടത്തിരൊക്കെ വിളിച്ചു പറയോ? പിന്നെ വീണ ജോർജ് 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വീണ ജോർജിനെതിരെ പ്രതിഷേധം നടക്കുന്നു. അവിടെ നിന്ന് വീണ ജോർജ് നടന്ന് 2-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നു. ഇതൊക്കെ ദൃശ്യങ്ങളിൽ ആളുകൾ കണ്ടതാ. ഇനി ഒരാള് അവശയായോ മർദ്ദിക്കപ്പെട്ടോ പരിക്കേറ്റോ എന്നൊക്കെ ജനങ്ങൾക്കും കണ്ടാൽ മനസ്സിലാകും. ഷംസീർ AKG സെന്ററിൽ ഈ അടിമകൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് സംസാരിക്കല്ലേ?
അത്രമാത്രം ബുദ്ധിയില്ലാത്തവനാവല്ലേ ഷംസീർ. മനസ്സിലായില്ലേ? കുറച്ചൊക്കെ തിരിച്ചറിവും കുറച്ചൊക്കെ വിവേകവും ബോധവുമുള്ള ആളായി മാറണം. അതല്ലാതെ ഈ പറയുന്ന രീതിയിൽ വെറും പൊട്ടനെ പോലെ അഭിനയിക്കല്ലേ. AKG സെന്ററിൽ അടിമകൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ആ അടിമകൾക്ക് എന്ത് പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാലും വെള്ളം കൊടാതെ വിഴുങ്ങാൻ ആ അടിമകൾക്ക് സാധിക്കുമായിരിക്കും. എന്നാൽ കേരളത്തിന്റെ പൊതുസമൂഹം അങ്ങനെയാണെന്ന് മാത്രം ഷംസീർ ധരിച്ചു വെക്കരുത്, അല്ലേ? ദൃശ്യങ്ങൾ അത്രയും ജനം കണ്ടിട്ട് എന്നിട്ടും ഷംസീർ പറയാ അവശയായിരുന്നു. എന്തർത്ഥത്തിൽ? ഇനിയിപ്പോ വീണ ജോർജിന് വേറെ വല്ല അസുഖം അന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് തുടങ്ങിയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് വീണ ജോർജിന് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. വീണയുടെ ഒരു രോമത്തിൽ പോലും പോറലേറ്റിട്ടില്ല. അത് അവിടെ നടന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട ആളുകൾക്കും അത് കഴിഞ്ഞ് ഓവർ ബ്രിഡ്ജ് കയറി 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വീണ ജോർജ് നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളും കണ്ട ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ളതാ. പിന്നെയും വന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവനാരാ ചെയ്യാൻ? വീണയുടെ തന്തയോ അല്ലല്ലോ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെയൊക്കെ തന്തയോ? നീ ഒരു ചുക്കും ചെയ്യണം. നീ എന്ത് ചെയ്യണ്ട? നീ ആ വന്ദേ ഭാരതിൽ കയറി പോണം, നിന്റെ പണി നോക്കണം എന്നല്ലാതെ നീ ഒന്നും ചെയ്യൊന്നും വേണ്ട. നീ ചെയ്തതാണ്, നിന്റെ ബുദ്ധിയാണ്, ഷംസീറിന്റെ ബുദ്ധിയാണ് ഈ കാണുന്ന നാടകങ്ങൾക്കെല്ലാം കാരണം. അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിലെത്തിയ വീണ ജോർജ്, അവിടെ ഷംസീർ ഉണ്ടായിരുന്നില്ലെങ്കിൽ വീണ ജോർജ് ആ വന്ദേ ഭാരതിൽ കയറിയിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിയേനെ. ഒരു കുഴപ്പമുണ്ടായില്ല. ഷംസീറിനെ കാണുന്നു, ഷംസീർ ഐഡിയ പറയുന്നു, ക്യാപ്സൂൾ ഇറക്കുന്നു, ഉടനടി ആശുപത്രിയിലേക്ക്. അല്ല പിന്നെ വീണക്ക് പരിക്ക് പറ്റി. വീണക്ക് അത്രയും സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസുകാരൊക്കെ ഉണ്ടായിട്ട് വീണക്ക് പരിക്കേറ്റി. അപ്പൊ ഇവര് വീണയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് പകരം വന്ദേ ഭാരതിൽ കയറി തിരുവനന്തപുരത്തേക്ക് പോയിക്കോ എന്നാണോ പറഞ്ഞത്? ഈ 40-50 പോലീസുകാരുണ്ട്. ഈ പോലീസുകാർക്കൊന്നും തോന്നിയിട്ടില്ല വീണക്ക് പരിക്ക് പറ്റിയെന്നോ വീണയെ അവർ മാരകായുധങ്ങളുമായി ആക്രമിച്ചു എന്നൊന്നും അവർക്ക് തോന്നിയിട്ടില്ല. ഷംസീറിന് മാത്രമാണ് ഇത് തോന്നിയത്. വീണക്ക് പോലും തോന്നിയിട്ടില്ല. അതാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ വീണക്ക് പോലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. തനിക്ക് പരിക്ക് പറ്റി, താൻ അവശയാണ് എന്നുള്ള ബോധ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് വീണ ജോർജിന് പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഷംസീറിനെ കണ്ടപ്പോൾ ഷംസീർ പറയാ നിനക്ക് പരിക്ക് പറ്റി, നീ അവശയാണ്. അങ്ങനെയാണ് സംഭവം. അപ്പോ ഷംസീറിന്റെ ഈ ഒരു അറ്റ്ലീസ്റ്റ് അടിമയാണെങ്കിൽ കൂടി ആ ഇരുന്ന കസേരക്ക് ഒരു പ്രാധാന്യം ഉണ്ടല്ലേ, അല്ലേ? കേരളത്തിലെ നിയമസഭയുടെ സ്പീക്കർ കസേരയിലാണ് ഷംസീർ ഇരുന്നത്. ആ കസേരക്കൊരു പ്രാധാന്യം ഉണ്ടല്ലേ, ആ കസേരക്കൊരു മാന്യതയുണ്ടല്ലേ. അപ്പൊ സംസാരിക്കുമ്പോഴും ആ ഇരുന്ന കസേരയോട് നീതി പുലർത്തുന്ന വിധം സംസാരിക്കണ്ടേ, അല്ലേ? അല്ലാതെ ഈ ക്യാപ്സൂളുകൾ ഇറക്കുക എന്നിട്ട് ചോദിക്കുക. ഏതെങ്കിലും ഒരു പൊട്ടൻ ചോദിക്കുവോ? ഒരു മന്ത്രിക്ക് നേരെ പ്രതിഷേധം നടക്കുമ്പോൾ അതിൽ പുരുഷന്മാർ വരാൻ പാടില്ല, ആൺകുട്ടികൾ വരാൻ പാടില്ല, പെൺകുട്ടികൾ വരണം, സ്ത്രീകൾ വരണം. എന്ത് ഷംസീർ എന്ത് പൊട്ടനാണോ? അവിടെ വീണ ജോർജ് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതല്ല, വീണ ജോർജ് മന്ത്രിയാണോ അല്ലേ എന്നുള്ളതാണ്. വീണ ജോർജിന്റെ വകുപ്പിലാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ളതാ. അതാണ് അതിന്റെ കാര്യം. അല്ലാതെ വീണ ജോർജ് ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ വീണ ജോർജിനെതിരെ പ്രതിഷേധം ഉണ്ടായത്? അല്ലല്ലോ. വീണ ജോർജ് ഭരിക്കുന്ന ആരോഗ്യ വകുപ്പിലെ വീഴ്ചകൾ, ആ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രിയായി എന്നുള്ളതാണ് വീണ ജോർജിനെതിരെ പ്രതിഷേധം ഉണ്ടാകാനുള്ള കാരണം. അപ്പൊ അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണോ ആ കസേരയിൽ ഇരുന്നത്? അല്ല. പിന്നെന്താണ് പ്രശ്നം? പിന്നെ അടിമയാണ്, അടിമകളുടെ നേതാവാണ്, AKG സെന്ററിൽ അടിമകൾക്ക് ക്ലാസ് എടുക്കുന്നവരാണ്. അപ്പൊ ക്യാപ്സൂളുകൾ ഇറക്കണം, വേറെ വഴികളില്ല. മനസ്സിലായില്ലേ? എന്താണ് വീണ ജോർജിനാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത്. വീണ ജോർജിന് പരിക്ക് പറ്റിയെന്നോ അല്ലെങ്കിൽ തനിക്ക് അവശതയുണ്ട് എന്നുള്ളതോ വീണ ജോർജിന് തോന്നിയിട്ടില്ല. അപ്പൊ വീണ ജോർജ് മൊഴിയിലും പറയുന്നു തൻ്റെ രോമത്തിൽ പോലും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്ന് വീണ ജോർജ് മൊഴിയിലും പറയുന്നു. എന്നിട്ടും ഷംസീർ പറയാണ് ജനങ്ങളായ ജനം അത്രയും കേരളക്കര ഒന്നടങ്കം കണ്ട ദൃശ്യങ്ങളാണ്. എന്നിട്ടും ഷംസീർ പറയാണ് വീണക്ക് അവശതയുണ്ടായിരുന്നു. വീണക്ക് അവശതയുണ്ടെങ്കിൽ വേറെ വല്ല അസുഖം ഉണ്ടോ എന്ന് നോക്കണം. മനസ്സിലായില്ലേ? ഇത് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണോ അവശത ഉണ്ടായത്? പക്ഷേ അവശത എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ അവശതയുള്ള ഒരു വ്യക്തി സ്വമേധയാ ആ ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങി 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തില്ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ കൃത്യമായിട്ട് ഈ പറയുന്ന ഷംസീറിനോടൊക്കെ വെറും നമുക്ക് പുച്ഛമാണ് തോന്നുന്നത്.
അല്ലേ? കേരളത്തിൻ്റെ നിയമസഭയുടെ സ്പീക്കർ കസേരയിൽ ഇരുന്ന വ്യക്തി, അയാൾ കുറച്ചുകൂടി സെൻസിബിളായിട്ട് സംസാരിക്കേണ്ട വ്യക്തിയാണ് അല്ലേ? രാഷ്ട്രീയമൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി ഒരു സംസാരത്തിന് ഞാൻ മാന്യത എന്നൊന്നും പറയുന്നില്ല, ഇച്ചിരി ബുദ്ധിയുള്ള പോലെ സംസാരിക്കണം, കോമൺ സെൻസ് ഉള്ള പോലെ സംസാരിക്കണം. അതല്ല വേണ്ടത്. അല്ലാതെ എന്തിനും ഏതിനും ന്യായീകരണങ്ങൾ ഇറക്കുന്ന ആ കസേരയിൽ ഇരുന്ന വ്യക്തിക്കൊന്നും യോജിച്ചതല്ല എന്നുള്ളതാണ്.